പടച്ചോൻ എന്റെന്ന് പറയാൻ നാടും വീടുന്നില്ലാത്ത പ്രവാസികളുടെ അവസ്ഥ. ഈ ഉമ്മതെന്താ എപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നത്? വല്ലാത്ത ശല്യല്ല, വല്ലാത്തൊരു കഷ്ടമല്ല. വീണ്ടും വീണ്ടും 3 വയസ്സാണുണ്ടായിരുന്നത്. ധൈര്യമൊന്നും ഇപ്പൊ ഉമ്മക്കില്ല. എത്ര നേരായി കോള് വെയിറ്റ് ചെയ്യുന്നത്? ഹലോ, എവിടെയാണ്? എത്ര നേരായി വെയിറ്റ് ചെയ്യണത്? എന്തായി, ഫുഡ് കഴിച്ചോ? ഒരു സൂര്യ എന്താണ്? ഞാനൊന്നും ആയില്ലെന്ന് എടാ ഉമ്മ, ഹലോ നിസാമോ? നിസാം ഒരു മീറ്റിംഗിലാണല്ലോ. ഒന്നുമില്ല മോനെ, മോന്റെ ശബ്ദം ഒന്ന് കേൾക്കാനായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഉമ്മ? ഒരു കാര്യം പറയണ്ടായിരുന്നു. ഇൻഷാ അല്ലാ. ഇരുന്നാലും എന്താടാ ഷാനി, കഴിഞ്ഞ നിന്റെ സോളല്ലേ? കഴിഞ്ഞെങ്കി പറ, നല്ല ചൂട് ചായ എടുക്കണ എനിക്ക്. അതെ അതെ, എന്റത് കഴിഞ്ഞു. നീ നിന്റെ ബെസ്റ്റിനെ ഉറക്കിയോ? നീ അത് വിട്. അല്ല മോനെ, എന്താ കല്യാണം? ആ, കല്യാണം നോക്കണം, കിട്ടണം, കഴിക്കണം. ആരെ കല്യാണം? അല്ല, എനിക്ക് പെണ്ണ് കിട്ടിയ നിന്റെ ഊക്കൽ എഴുന്നിട്ടില്ല മോനെ. എന്റെ വീട്ടിലെ കാര്യം എന്തായി? വീട്ടില് എല്ലാം സെറ്റ് ആണല്ലോ. പറ്റുവാണെങ്കിലേ വീട്ടിലേക്ക് വിളിക്കുമ്പോ എന്നെ അന്വേഷണം പറയണേ. ഇതെന്തൊരു കോപ്പില് വർത്താനം പറയണേ? എന്തിനാ നീ വേറെ ആളായിട്ടില്ല ഇവിടെ നിൽക്കുന്നത്? നീ ആദ്യം നിന്റെ കാര്യം നോക്കി, എന്നിട്ട് മതി എന്റെ കാര്യത്തിലുള്ള നോട്ടം. അപ്പോ ചങ്ങായിമാരായി ചോദ്യം പറഞ്ഞത് സ്വാഭാവികമാണ്. കാര്യം രണ്ട് ചൊറിയാൻ നിൽക്കുക. ഷാനി, നിന്നെ പോലെ തന്നെ ഇവൻ എന്റെ സുഹൃത്താണ്. നീ എടങ്ങേറാക്കാനാണെങ്കിൽ ഇവിടെ നേടിട്ട് പോ. അല്ലേ, ഇവരൊന്നും ഒരു സഭയെ കൂട്ടാൻ പറ്റൂല. ഇനി നീ മാതിരി വർത്താനം പറഞ്ഞ മോളെ എന്റെ കയ്യിൽ നിന്ന് കിട്ടും. നീ എന്റെ കുടുംബത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. നീ എന്താ പറഞ്ഞു? നീ ആരാടാ? ഒഴിവാക്കണ കോൾ എടുക്കണ 2-3 ദിവസമായി വിളിച്ചോണ്ടിരുന്നു. ഒഴിവാക്കാനായിട്ടില്ല കൊണ്ടൊരു കാര്യമില്ല. എന്തിനാ ഒരുപാട് പറയണ്ട. ഡാ, എവിടെയാ നീ? ഞാനിവിടെ ഉണ്ട്. വേറെ എവിടെ പോനാ? തെറ്റു പറ്റിപ്പോയി. ആ, കുഴപ്പമില്ല. നീ ഇങ്ങ് വാ, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. ആ, ഞാൻ അങ്ങോട്ട് വരാം, വൈകിട്ട് വരാം. നമ്മളന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പിന്റെ കാര്യം എന്തായി? പ്ലാൻ ആക്കാ. ഓക്കെ, എന്നാ നീ അവിടെ ഞാൻ അങ്ങോട്ട് വരാട്ടാ. ഹലോ ഹലോ, വെൽക്കം വെൽക്കം. നിങ്ങൾ ഇരിക്കാ, ഇപ്പൊ വരാം. ഷാനി, ഫുഡ് എന്താടാ ചെയ്യുന്നത്? ഇവിടെ ഉണ്ടാക്കുന്നുണ്ടോ അതോ ഞാൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യണോ? എനക്ക് എന്തായാലും വിശക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞത് നിനക്ക് വിഷമായോ? എടാ, നമ്മളൊക്കെ ജീവിക്കണേ അവർക്ക് വേണ്ടിട്ടല്ലേ. 1000 കിട്ടിക്കഴിഞ്ഞാൽ 1500 ആക്കി നമ്മൾ അയച്ചു കൊടുത്താൽ അവരെ പരാതി തീരും. അപ്പൊ നമുക്ക് സന്തോഷവും സമാധാനം ആരോട് പറയാനാ? എടാ, നിന്റെ ഫോൺ റിങ് ചെയ്തടാ. ആ, നീ എടുത്തോടാ. ഇതെന്റെ വീട്ടിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. തിരക്കിലാണടാ. നിസാമിനോട് പറയണേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇവിടെ കുറച്ചൊക്കെ സുഖമായിരിക്കണം കേട്ടോ. നീ അയച്ച പൈസ കിട്ടി. അത് പിന്നെ നിസാമേ മോനെ, എനിക്ക് സുഖമല്ലടാ. ഉമ്മാൻ എപ്പോഴേലും ഒക്കെ ഒന്ന് വിളിച്ചൂടെ? ഉമ്മക്ക് വയസ്സായില്ലേ. ഉമ്മ ഇനിയിപ്പോൾ എത്ര കാലമൊക്കെ ഉണ്ടാവും അറിയാം. നിങ്ങളല്ലാതെ ഉമ്മക്ക് ആരുള്ളത്? ഉമ്മാൻ ഇടക്കൊക്കെ ഒന്ന് വിളിച്ചൂടെ? ഫോൺ വെച്ചോ? എന്താ നീ എന്റെ വീട്ടുകാരോട് സംസാരിച്ചത്? എന്റെ ഉമ്മയുടെ വിളിച്ചു. നിസാമേ, എന്റെ ഉമ്മ മരണപ്പെട്ട് 5 വർഷം കഴിഞ്ഞ അവരുള്ള കാലം അവരെ ചേർത്ത് പിടിച്ചു. കണ്ണില്ലപ്പോഴാണ് കണ്ണിന്റെ വില മനസ്സിലാവും. അവരാണ് ഈ ലോകം. നമ്മുടെ സന്തോഷത്തിനായി സ്വന്തം ആഗ്രഹങ്ങൾ പോലും നിശബ്ദമായി വിട്ടു നൽകിയവരാണ് മാതാപിതാക്കൾ. അവരുള്ളതുവരെ ജീവിതം സമ്പൂർണ്ണമാണ്. അവർ ഇല്ലാതാകുന്ന നാൾ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവരാകും. പിന്നിൽ പ്രാർത്ഥനയും ഒപ്പം സൗഹൃദവും മുന്നിൽ തുറക്കുന്ന പുതുവഴിയും. ഇതാണ് ജീവിതം.